സ്വർണം ഒരുക്കുമ്പോൾ വലിയ തോതിൽ കുറയുമെന്നാണ് മുഖ്യമന്ത്രിയും പോലീസും ഒക്കെ പറഞ്ഞിരുന്നത്. എന്നാൽ ഇത് വാസ്തവ വിരുദ്ധമാണെന്ന് സ്വർണ്ണപ്പണിക്കാർ തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ്. RBI ലൈസൻസ് ഉള്ള ഹാൾമാർക്ക് കേന്ദ്രങ്ങൾ ഉണ്ടായിരിക്കെയാണ് 30 വർഷമായി കൊണ്ടോട്ടിയിലെ ഉണ്ണികൃഷ്ണനെ തന്നെ സ്വർണം ഒരുക്കാൻ ഏൽപ്പിക്കുന്നതെന്നും ആരോപണമുണ്ട്. പോലീസ് സ്വർണം മുക്കി ഗുരുതര ആരോപണവുമായി സ്വർണ്ണക്കടത്ത് കേസ് പ്രതി എന്ന തലക്കെട്ടോടെ ഒരു വാർത്താ ചാനലിൽ മുഖംതിരിഞ്ഞിരിക്കുന്ന ഒരാൾ നടത്തുന്ന വെളിപ്പെടുത്തലിനെ കുറിച്ച് അന്വേഷിച്ചതിൽ ലഭിച്ച വിവരങ്ങൾ, ചില ആളുകൾ സ്വർണം കടത്തുന്നത് ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിലും അടിവസ്ത്രത്തിലുമൊക്കെയാണ്. വസ്ത്രമടക്കമുള്ള തൂക്കമാണ് പിടിക്കുന്ന അവസരത്തിൽ കാണിക്കുന്ന തൂക്കം. ഇത് വസ്ത്രം വേർതിരിച്ചെടുക്കണമെങ്കിൽ കത്തിച്ച് വേർതിരിക്കണം. വസ്ത്രം കത്തിച്ച് വേർതിരിച്ചെടുക്കുന്ന സ്വർണത്തിൻ്റെ തൂക്കമാണ് രണ്ടാമത് കാണിക്കുന്നത്. ഉദാഹരണത്തിന് 2022 ആഗസ്റ്റ് 8 പിടിച്ച സ്വർണം പാൻറ്റിലും അടിവസ്ത്രത്തിലും ലെയറായി തേച്ച് പിടിപ്പിച്ച രീതിയിലാണ് സ്വർണം കൊണ്ടുവന്നത്. വസ്ത്രങ്ങൾ ഉൾപ്പെടെ തൂക്കിയപ്പോൾ 1519 ഗ്രാം, വസ്ത്രങ്ങളിൽ നിന്ന് വേർതിരിച്ചെടുത്തപ്പോൾ 978.85 ഗ്രാം. ഇതാണ് വ്യത്യാസം. പതിറ്റാണ്ടുകളായി സ്വർണ്ണപ്പണി ചെയ്യുന്ന NV പ്രകാശ് എന്ന വ്യക്തിയാണ് എന്നോടൊപ്പം ഉള്ളത്. അദ്ദേഹം കൊണ്ടോട്ടിയിൽ തന്നെ ഈ സ്വർണ്ണ വ്യാപാരം നടത്തുന്ന വ്യക്തിയാണ്. നിങ്ങളിപ്പോ ഒരു 10-37 വർഷത്തിലധികമായി ഈ മേഖലയിലുണ്ട്. ഈ ഒരു പ്രധാനപ്പെട്ട സംശയം, ഒരു സ്വർണം നമ്മൾ ഒരു ഭാഗത്ത് അതിന്റെ ഒരു രൂപം മാറ്റി പിന്നീട് അത് ഉരുക്കി എടുക്കുമ്പോൾ അതിൽ ഒരുപാട് രീതിയിൽ സ്വർണം നഷ്ടപ്പെടും. സ്വർണം രണ്ടാമത് ഉരുക്കുന്ന അവസരത്തിൽ അതിൽ ചെറിയ മില്ലിഗ്രാം വരെ നഷ്ടപ്പെടുള്ളൂ. അതായത് ഇപ്പം നമ്മളെ പഴയ സ്വർണങ്ങളാണെങ്കിൽ പോലും നമ്മളത് അതിൻ്റെതായിട്ടുള്ള ചളികളും അതിൻ്റെ സ്റ്റോണുകളൊക്കെ എടുത്ത് ഒഴിവാക്കി കഴിഞ്ഞ് നമ്മളതിനെ ഒന്ന് കാച്ചിയെടുത്തതിന് ശേഷം നമ്മളതൊരു മൂസയിലിട്ട് ഉരുക്കി കഴിഞ്ഞാൽ തന്നെ ചെറിയ ഒരു മില്ലിഗ്രാമിൻ്റെ നഷ്ടങ്ങളെ സംഭവിക്കുള്ളൂ. അതിപ്പോ ഈ സ്വർണ്ണക്കടത്ത് സംഘങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു വസ്ത്രങ്ങളിലെ അടിവസ്ത്രങ്ങളൊക്കെ തേച്ച് കൊണ്ടുവരുന്ന ഇതുണ്ട്. അത്തരം ഇതിപ്പോ കത്തിക്കുകയാണെങ്കിൽ അങ്ങനെ വലിയ തോതിൽ നഷ്ടപ്പെടും. ഇപ്പൊ ഒരു 200 ഗ്രാം 300 ഗ്രാം അങ്ങനെയൊക്കെ നഷ്ടപ്പെടും. അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ അറിയില്ല. പക്ഷെ ഏതൊരു തൂക്കം സ്വർണം, ഇപ്പൊ ഇനിയിപ്പോ വസ്ത്രത്തിൽ ഒളിപ്പിച്ചു വരുന്ന സാധനമാണെങ്കിലും മറ്റേതൊക്കെ രൂപത്തിൽ ഒളിപ്പിച്ചു വരുന്ന സാധനമാണെങ്കിലും അതിന്റെ ആദ്യത്തെ തൂക്കം അതിലുണ്ടെന്നുണ്ടെങ്കിൽ അത് വേർതിരിക്കുമ്പം അതും ഇതേപോലെ തന്നെ വളരെ മൈന്യൂട്ടായിട്ടുള്ള മില്ലിഗ്രാം സ്വർണം മാത്രമേ നഷ്ടപ്പെടുകയുള്ളൂ. ഇപ്പൊ 1 കിലോ സ്വർണം ഇപ്പൊ അതൊരു ബിസ്ക്കറ്റോ ബാറോ എന്തെങ്കിലും ആയിരിക്കും. അതിപ്പോ ഉരുക്കി കൊണ്ടുവന്ന് അത് വീണ്ടും അതിന്റെ ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ഉരുക്കുമ്പോൾ പരമാവധി എത്ര നഷ്ടപ്പെടാനാണ് സാധ്യത? അത് 1 കിലോ സ്വർണം അത് നേരത്തെ കാലത്ത് ആ കൊണ്ടുവരുന്ന സമയത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ 1 കിലോ സ്വർണം അത് ഏത് രൂപത്തിലും കത്തിച്ചിട്ടാണെങ്കിലും അത് വേർതിരിച്ച് എടുത്ത് ഒഴിവാകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിൽ നിന്ന് ചെറിയ മില്ലിഗ്രാം സ്വർണമേ പോവുള്ളൂ. മില്ലിഗ്രാം എന്ന് വെച്ചാൽ 1 ഗ്രാമിന്റെ താഴെയുള്ള സ്വർണം മാത്രമേ അതിൽ നഷ്ടപ്പെടുകയുള്ളൂ. നേരത്തെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒക്കെ ലൈസൻസ് ഉള്ള ആളുകളാണല്ലോ. അപ്പോ എന്തുകൊണ്ടാണ് ഈ ഒരു കുറെ വർഷം 1992 മുതൽ തന്നെ ഒറ്റ ആളാണ് ഇവിടെ ഈ കസ്റ്റംസിന്റെയും പോലീസിന്റെയും ഒക്കെ സ്വർണം ഉരുക്കുന്നത്? അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അതിപ്പം നമ്മൾക്കത് കൃത്യമായിട്ട് പറയാനാകില്ല. കാരണം ഒരു 3.5 പതിറ്റാണ്ട് കാലമായിട്ട് ഒരൊറ്റ അപ്രൈസറുടെ കീഴിലാണ് കസ്റ്റംസും അതുപോലെ തന്നെ പോലീസും ഒരേപോലെ ഈ അപ്രൈസറെ ആശ്രയിക്കുന്നത്. അതൊരു വീഴ്ചയായിട്ട് കാണുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ ഒരു പ്രദേശത്ത് തന്നെ ഈ സെൻട്രൽ എക്സൈസിന്റെ ലൈസൻസ് ഉള്ള ഒട്ടനവധി ആളുകൾ ഇവിടെ ഉണ്ട്. ആ ജോലിക്ക് വേണ്ടിയിട്ട് പല രീതിയിലുള്ള ശ്രമം നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ അറിവിൽ. പക്ഷേ അവരാരെയും തന്നെ ഇന്നേ വരെ ആ ഒരു പോസ്റ്റിലേക്ക് നിയമിച്ചിട്ടില്ല എന്നുള്ള. ഇതിപ്പോ ഇതിന് ഈ ടെൻഡർ വിളിക്കും. സാധാരണ ഗവൺമെന്റിന്റെ എല്ലാ നടപടികൾക്കും ഒരു ടെൻഡർ വിളിക്കുമല്ലോ. അവരുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. ഇത് കൂടാതെ പ്രധാനപ്പെട്ട 3-4 ഒക്കെ പത്രങ്ങളിലൊക്കെ പരസ്യം കൊടുക്കും. അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ടോ? ഇതിന് പത്രങ്ങളിൽ അങ്ങനെ പരസ്യം ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ 2019 സെൻട്രൽ കസ്റ്റംസിന്റെ ഒരു വെബ്സൈറ്റിൽ അവർ ഈ അപ്രൈസർ പോസ്റ്റിന് വേണ്ടിയിട്ട് ഒരു പ്രസിദ്ധീകരണം കൊടുത്തു എന്ന് പറഞ്ഞു. പക്ഷെ അത് ശരിയായ രീതിയിലുള്ള ഒരു നടപടിക്രമമല്ല. കാരണം വെച്ചാൽ നമ്മുടെ സാധാരണക്കാരൻ
ദിനംപ്രതി വായിക്കുന്ന ഒരു ലീഡിംഗ് 2-3 പത്രങ്ങളിൽ ഇത്രയും വലിയ ഒരു രീതിയിലുള്ള ഒരു ജോലി സാധ്യത ഉണ്ടെങ്കിൽ അങ്ങനെയാണ് അത് പ്രസിദ്ധീകരിക്കേണ്ടത്. സ്വർണ്ണപ്പണിയിൽ ഇപ്പോ നിങ്ങൾ പരമ്പരാഗതമായി ചെയ്യുന്നു, ഇപ്പൊ ചെറിയ മിഷനറി ഒക്കെ കൊണ്ടുവരുന്നു. ഈ ഹോൾമാർക്ക് സംവിധാനത്തിൽ ആണെങ്കിൽ കുറച്ചുകൂടി സുതാര്യമാവില്ലേ? ഹോൾമാർക്കിന്റെ സെന്ററിൽ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സുതാര്യമായിട്ട് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. ഇന്നിപ്പം രാജ്യത്ത് RBIയുടെ കീഴിൽ ഹോൾമാർക്ക് സെന്റർ തന്നെ 50 സെന്ററുകളാണ്. അതിൽ 2 സെന്ററുകളാണെന്ന് കേരളത്തിലുള്ളത്. ഈ 2 സെന്ററുകളിലും അവർ ഈ കസ്റ്റംസും പോലീസും എന്തുകൊണ്ടാണ് ആശ്രയിക്കാത്തത് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചോളം അതൊരു ദുരൂഹത തന്നെയുണ്ട്. കാരണം എന്താ വെച്ചാൽ ആ സെന്ററിൽ പോയിട്ടാണ് ഇവർ ഈ കാര്യം ചെയ്യേണ്ടത്. അതല്ലാതെ ഇതൊരു സാധാരണ രീതിയിൽ ഒരു ഒരുക്കുന്ന പണിശാലയിലും ഒന്ന് ചെയ്തുകൊണ്ട് തീർക്കുന്ന കാര്യമല്ല. ഇതിന്ന് നഷ്ടപ്പെടുന്ന സ്വർണം രാജ്യത്തിന്റെ ഒരു സമ്പത്തിനെ നഷ്ടപ്പെട്ടു പോവുകയാണ്. കാരണം സെൻട്രൽ ഗവൺമെന്റ് കിട്ടുന്ന ഈ കണ്ടുകിട്ടുന്ന സ്വർണത്തിന്റെ ഈ പിടിക്കപ്പെട്ട ഏതാനും കേസുകൾ ഇവിടെ പറഞ്ഞു, പത്രത്തിൽ വായിച്ചു. അതിലൊക്കെ എത്രയോ കൂടുതൽ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് രാജ്യത്തിന്റെ ഒരു സമ്പത്തിനെ തന്നെ ബാധിക്കുന്നൊരു കാര്യമാണ്. സ്വർണം കത്തിക്കുമ്പോഴോ ഏത് രീതിയിൽ സ്വർണം കൊണ്ടുവന്നാലും അതിന്റെ അളവ് കൃത്യമായി ഉണ്ടാകും. വളരെ ചെറിയൊരു അളവാണ് ഈ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത എന്നാണ് ഈ നിരവധി വർഷങ്ങളായി ഈ മേഖലയിലുള്ള ആളുകളെല്ലാം തന്നെ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ BIS ഹോൾമാർക്ക് അടക്കം നടത്തുന്ന സെന്ററുകളിൽ, അതായത് RBIയുടെ ലൈസൻസ് ഉള്ള കേന്ദ്രം കോഴിക്കോടുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇത്ര ചെറിയ ഒരു പണിശാലയിൽ ഈ സ്വർണം ഒരുക്കുന്നത് എന്ന ചോദ്യവും വളരെ പ്രസക്തമാണ്. ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1, മലപ്പുറം.